റിയൽ ലൈനെ കണ്ടല്ലോ കുട്ടികൾക്ക് ഭയങ്കര ഞാനൊരു ലോക്കറിനുള്ളൊരു ലോക്കർ കൊണ്ടുവന്ന് വിചാരിച്ചാണ് യെസ്, അപ്പം അങ്ങനെ സഫാരി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ മെയിൻ പോയിന്റിലേക്ക് എത്തി. അവിടെ കുറച്ചധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, കുറച്ച് പ്രസൻറ്റേഷൻസും, പിന്നെ ഒരു വാട്ടർ തീം പാർക്ക്, ഒരു ചെറിയൊരു വാട്ടർ തീം പാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ബോട്ടിങ് സഫാരി ഉണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു ട്രെയിനിലൂടെ നമുക്കിങ്ങനെ പോകുന്ന സഫാരി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അധികം സാധനങ്ങളൊക്കെ ഈ ഒരു പോയിന്റിലുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഈ ട്രെയിനിലായിരുന്നു, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലം. അമ്മ സൺസ്ക്രീൻ തേക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങി കുറേ നേരം നടന്നിട്ടാണ് തേക്കുന്നത്. ഞങ്ങൾ ഇനി ട്രെയിൻ കയറാൻ പോവാണ്. ജസ്റ്റ് ഒരു ട്രെയിൻ സവാരി. അടുത്ത ടേണിൽ നമുക്ക് കയറാൻ പറ്റും അല്ലേ? ഇത് ഫുള്ളായി. Yes. Ada kucing sunglass and so it's very sunny. It is good to have sunglasses. See, everybody is wearing sunglasses. അയാളാണോ ഓടിക്കുന്നത്? Oh, what's that? അപ്പോൾ ട്രെയിൻ സഫാരി കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടാണ് ചെയ്തത്. ജാക്കും ദീപക്കേട്ടനും ടൊമാറ്റോ റൈസും എഗ്ഗെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബർഗർ, പിന്നെ സ്ട്രോബെറി ഷേക്കും കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചോറും മീൻകറിയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് വേറൊരു ഫുഡ് ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ അതെല്ലാം ഇരുന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾ സെറ്റപ്പ് ആയപ്പോൾ ഞങ്ങൾ നേരെ വാട്ടർ തീം പാർക്കിലോട്ട് ഇറങ്ങി. അതാണ് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് അവിടുത്തെ. എനിക്കും ജാക്കൂരും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് അറിയാലോ. എടുക്കുകയാണോ സ്പൂൺ? ആ സ്പൂൺ കടന്നു. നേതിന് ചെറിയൊരു പേടിയും, പിന്നെ അവൻ തണുക്കണു പറഞ്ഞിട്ട് തന്നെ വെള്ളത്തിൽ കളിക്കാൻ കുറച്ചൊന്ന് ഇതാക്കി പിന്നോട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൻ സെറ്റായി. പിന്നെ അവങ്ങനെ കളിക്കാൻ തുടങ്ങി. എന്നാൽ പോലും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതുണ്ടായിരുന്നില്ല, അവന് ചെറിയ പേടി ഉണ്ടായിരുന്നു. അതിന് മറിച്ച് ഞാനും ജാക്കും വെള്ളത്തിൽ നിന്ന് കയറാൻ കുറച്ച് പാടുപെട്ടു. ഞങ്ങളിങ്ങനെ ആറാടായിരുന്നു അവിടെ പൂളിൽ. ശരിക്കും കുട്ടികളുടെ
പൂളാണ്. പക്ഷെ ഞങ്ങൾ നല്ലവണ്ണം 6 അടി ഞാനും ജേക്കും കൂടിയിട്ട് കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. അടിപൊളിയായിരുന്നു. അച്ഛനും അതെ, ഞാനും അച്ഛനും ജാക്കും അധികം വെള്ളത്തിൽ കളിച്ചിരിക്കണത് അവിടെ പോയിട്ട്. പൂള് പരിപാടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിലെ ചാർജ് ഓൾമോസ്റ്റ് ഡെത്തായി. അപ്പോൾ പിന്നെ ഞാൻ ഏട്ടൻ്റെ കയ്യിലായിരുന്നു റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ഭാഗം. ഇനി മൂന്നാമത്തെ ഭാഗം നമുക്ക് പിന്നെ കാണാം. ഇനി കുറച്ചും കൂടി ഉണ്ട്. നമ്മൾ കുറച്ച് ഷോസൊക്കെ കണ്ടു. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.